സംഘർഷം രൂക്ഷമായ മണിപ്പൂരിലെ സ്ഥിതി വിലയിരുത്താൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. മണിപ്പൂരിലേക്ക് 50 കമ്പനി കേന്ദ്ര സേനയെ കൂടി അയക്കും. ഇറങ്ബാമിൽ കർഷകർക്ക് നേരെ വെടിവയ്പുണ്ടായി. അസമിൽ നദിയിൽ നിന്ന് 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചത്. പ്രതിരോധ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നതർ പങ്കെടുക്കുന്ന യോഗത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി സാധ്യമായതെല്ലാം ചെയ്യാൻ അമിത്ഷാ നിർദ്ദേശം നൽകി. മണിപ്പൂരിലേക്ക് 50 കമ്പനി കേന്ദ്രസേനയെ കൂടി വിന്യസിക്കും. അധിക സേന ഈ ആഴ്ച മണിപ്പൂരിലെത്തും. അസമിലെ നദിയിൽ നിന്ന് തലയറുത്ത നിലയിൽ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെത്തി. മണിപ്പൂരിൽ നിന്ന് കാണാതായ മുത്തശ്ശിയുടെയും കൊച്ചുമകന്റേതുമാണ് മൃതദേഹങ്ങളെന്നാണ് നിഗമനം. ഇറങ്ബാമിലെ കർഷകരെ ആയുധധാരികൾ ആക്രമിച്ചു. സുരക്ഷാ സേനയെത്തിയാണ് അക്രമികളെ തുരത്തിയത്. കുക്കീസ് ആയുധ സംഘങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജിരിബാമിൽ നടന്ന പ്രതിഷേധം അക്രമാസക്തമായി. 5 ആരാധനാലയങ്ങളും പെട്രോൾ പമ്പും 14 വീടുകളും തീവച്ച് നശിപ്പിച്ചു. പ്രതിഷേധക്കാർക്ക് നേരെ സുരക്ഷാ സേന നടത്തിയ വെടിവയ്പിൽ ഒരു യുവാവ് മരിച്ചു. 25 പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരടക്കം 12 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2 ദിവസത്തിനിടെ മണിപ്പൂരിൽ 20 പേരാണ് കൊല്ലപ്പെട്ടത്. 17 MLA-മാരുടെ വീടുകൾ ആക്രമിച്ചു. സംഘർഷം ഏറ്റവും രൂക്ഷമായ ജിരിബാം മണ്ഡലത്തിലെ BJP-യുടെ 8 ഭാരവാഹികൾ രാജിവെച്ചു. സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച NPP ബിരേൻ സിംഗിന്റെ രാജിക്കായി സമ്മർദ്ദം ശക്തമാക്കി. മുഖ്യമന്ത്രിയെ മാറ്റിയാൽ വീണ്ടും പിന്തുണയ്ക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് കോൺറാഡ് സാങ്മ അറിയിച്ചു. മണിപ്പൂരിൽ അശാന്തി ഒഴിയുന്നില്ല. ഓരോ മേഖലയിലും അതീവ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇംഫാലിലടക്കം കർഫ്യൂ ഇപ്പോഴും തുടരുകയാണ്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നുവെന്നാണ് ഈ ഘട്ടത്തിൽ സർക്കാർ അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിതേന്ദ്രനൊപ്പം വിനീത VG 24.